ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. അവരുടെ നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണ് നിങ്ങളോടെന്നുള്ളത് നമുക്ക് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് അറിയാം. sorrow, sharing, moment to moment, morality, കൺട്രോൾ. അപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, രണ്ടുപേരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി ഉണ്ട്, പരസ്പരമുള്ള ആ ഒരു ഇമോഷണൽ ഡെപ്ത് ഉണ്ട്. പക്ഷെ അതൊന്നും പുറമേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ പുറമേ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വ്യക്തി വളരെ കാര്യമായിട്ട് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ വളരെ സ്റ്റബേണായിട്ട് നിൽക്കുന്നു, കോൾഡായിട്ട് നിൽക്കുന്നു എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവാം. അവരുടേതായിട്ടുള്ള ഒരു ധാർഷ്ട്യം ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ മറ്റൊരാളാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളൊരു ഹേർട്ട്, അല്ലെങ്കിൽ ആ ഒരു വൂണ്ട് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്ന വ്യക്തിയുടെ എനർജി നമുക്കിതിനകത്ത് കാണാം. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കുന്നില്ല. അവിടെ ഒരാൾ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട്, അത് ചിലപ്പോൾ കണ്ടിട്ടും കാണാത്തതുപോലെ ഇരിക്കുന്ന ഒരവസ്ഥ, കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. ഇതിനകത്ത് ചില തരത്തിലുള്ളൊരു പിടിവാദങ്ങൾ, അല്ലെങ്കിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കയറി നിൽക്കുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് ആ ഒരു കാർക്കശ്യം കാണിക്കുക. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു കേജാണ്, ഒരു കേജിനകത്ത് അകപ്പെട്ടു പോയ ആ ഒരു പക്ഷിയുടെ ഒരു സിമ്പലാണ് ഇത് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ആ ഒരു പുറത്തേക്ക് വരുന്നില്ല, എന്താണ് ഉള്ളിലുള്ളത് എന്നുള്ളത് പുറത്തേക്ക് വരുന്നില്ല. പുറത്തേക്ക് വരാനായിട്ട് താല്പര്യമുണ്ട്, പക്ഷേ പുറമെ ആ ഒരു ക്ലോസ് ഗേറ്റ്, അല്ലെങ്കിൽ ആ ഒരു അടഞ്ഞ കൂട് പോലെ തന്നെ കിടക്കുന്നൊരു അവസ്ഥയിൽ പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് നിലവിൽ കാണാനായിട്ട് കഴിയുന്നത്. ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ പുറമേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരിലും, അതിപ്പോൾ ഇതൊരു കോമൺ ആയിട്ടുള്ള ഇതായതുകൊണ്ട് നിങ്ങളാണോ അല്ലെങ്കിൽ പേഴ്സൺ ആണോ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്ത് ആ ഒരു സ്നേഹം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പുറമേ ദേഷ്യമുണ്ട്, വിഷമമുണ്ട്, സങ്കടമുണ്ട്, നിരാശയുണ്ട്, കുറ്റപ്പെടുത്തലുണ്ട്, അങ്ങനെ ഒട്ടനവധി വികാരങ്ങൾ, കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം. അതിവിടെ നമുക്ക് നല്ലതുപോലെ കാണാം. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ആയിരിക്കാം. അതിനൊക്കെയുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം അത്രയധികം ഒരു മെൻ്റലി ആണെന്നുണ്ടെങ്കിൽ ഹേർട്ട് അനുഭവിച്ച് നിൽക്കുന്ന ആ ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ എനർജിയാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. മേ ബി അത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം. ചിലപ്പോൾ അവരുടെ ഈ ഒരു പിടിവാദമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റബേൺനെസ്സോ ഒക്കെ നിങ്ങളൊരുപാട് തളർത്തുന്നുണ്ടാവാം. ഒരു വലിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെ നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റ്സ് കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടാവാം. ഇനിയിപ്പോൾ അത് അധികം ആരും അറിയാതെ ഹൈഡ് ചെയ്തൊക്കെ വെച്ച് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇതുവരെ ഇല്ലാത്ത പല പ്രശ്നങ്ങളും ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടെന്നുള്ള ഒരു കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന ഒരവസ്ഥ ഉണ്ടാവാം. ചിലപ്പോൾ ഇപ്പോഴായിരിക്കാം അവർ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും, ഫാമിലി, നാട്ടുകാർ, സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പൊക്കിക്കൊണ്ട് വരുന്നത് ചിലപ്പോൾ ഈ ഒരു സമയത്തായിരിക്കാം. അപ്പോൾ പരസ്പരം എന്താണ് നിങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് എന്താണെന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ വിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നുണ്ടാവില്ല. പകരം ഏതോ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഈഗോ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈഗോയുണ്ട്. എന്നാൽ പരസ്പരം ആ ഒരു
ഇഷ്ടവും സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതും ഇല്ലാത്തൊരു അവസ്ഥയിലൂടെ പോകുന്ന ആരുടെയൊക്കെയോ ഒരു എനർജീസാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു കടുംപിടുത്തത്തിൽ നിൽക്കുന്നതിന് അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺ ഉണ്ടാവാം. നമ്മൾ നിലവിലുള്ള എനർജി എടുക്കുന്നതുകൊണ്ട് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും അത്തരത്തിൽ മുന്നോട്ട് പോകുന്നവരുടെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്കിനി ഇവരുടെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്ന് എടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. 2 of Wands, Tower, Hanged Man, High Priestess, 5 of Pentacles, Wheel, 5 of Swords, Fool, Page of Pentacles, 8 of Cups, World, King of Cups, 10 of Wands, Devil, 10 of Swords and 8 of Swords. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു നൈറ്റ് ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സിലേക്ക് വരുമ്പോൾ അതിൽ പോലും നമ്മൾ നേരത്തെ എടുത്ത സ്പ്രെഡിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവരുടെ ഉള്ളിലുള്ള നിങ്ങളോടുള്ള ഒരു സ്നേഹം, ആ ഒരു ഷെയറിങ് എനർജിയൊക്കെ നമ്മൾ പറഞ്ഞു, അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മളവിടെ സംസാരിച്ചതാണ്. ആ എനർജീസ് എല്ലാം നമുക്ക് ഇവിടെ നല്ലതുപോലെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ളൊരു ഇമോഷനുണ്ട്. അല്ലെങ്കിൽ അത്രയും ആ ഒരു ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നൊക്കെ പറയുന്നത് പോലെ അവർ കാണുന്ന ഒരു ബന്ധം തന്നെയാണ്. പക്ഷെ അവരത് കണ്ടില്ലെന്ന് നടിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരു കണ്ണടച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും അതെ, നമുക്കിവിടെ ഒരു പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പോലെയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ കണ്ണടച്ചിരിക്കുന്ന ആ ഒരു രീതിയിലുള്ള ഇമേജസാണ് നമുക്കിത് രണ്ടിനകത്തും കാണാനായിട്ട് കഴിയുന്നത്. അതായത് മനസ്സിനകത്ത് എത്രത്തോളം കാര്യങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അതവർ പുറമേക്ക് പ്രകടമാക്കുന്നില്ല, ഹിഡൻ ആയിട്ട് വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു മിസ്റ്ററിയാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുനിന്ന് നിങ്ങൾക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു രീതിയിലാണ് അവർ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ അങ്ങനെയായിരിക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട്. നിങ്ങളോടുള്ള സ്നേഹം പോലും അവർ ജെന്യുവനായിട്ട് എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം തീർച്ചയായിട്ടും അത് തന്നെയാണ്. മാത്രമല്ല ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എടുത്ത് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ ഒരു നമ്മൾ നൈറ്റ് എനർജിയാണ് എടുക്കുന്നതെങ്കിൽ പോലും അവർ നിങ്ങളുടെ മുന്നിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയായിരിക്കാം ഈ ഒരു പേഴ്സണെ നേരത്തെ കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് എൻ്റെ പേഴ്സൺ ഇങ്ങനെയാണ് എന്നുള്ളൊരു ലോകം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് നഷ്ടപ്പെടുത്തി കളയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചില വേണ്ടപ്പെട്ടവരെക്കുറിച്ച് അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്, അല്ലെങ്കിൽ ഞാനില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എൻ്റെ പേഴ്സൺ ഇന്ന കാര്യങ്ങളിൽ പക്ക പെർഫെക്റ്റാണ് എന്നൊക്കെയുള്ളൊരു എന്താ പറയുന്നത്, അതൊരു ചിലരെ സംബന്ധിച്ച് അതൊരു മോഹമാണെന്ന് പറയാറുണ്ട്. ചിലരെ സംബന്ധിച്ച് അവരുടെ ഒരു ആഗ്രഹമായിരിക്കാം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോടുള്ള വിശ്വാസമായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം തകർക്കാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ കൺമുന്നിൽ അവർ പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ നോക്കി കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു
വലിയൊരു എലമെൻ്റായിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാം. ഇപ്പോൾ കോൺടാക്റ്റിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വഴക്കുണ്ടാവാം. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നോ കോൺടാക്റ്റിൽ ഈ ഒരു പേഴ്സൺ വളരെ സ്റ്റബേൺ ആയിട്ടിരിക്കുന്ന ഒരു നമ്മൾ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്ന പോലെ ചിലവർക്ക് തോന്നിയേക്കാം. ആ ഒരു രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വളരെ കാര്യമായിട്ട് നിങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് തിങ്ക് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അല്ലെങ്കിൽ അവരുടെ ഇപ്പം നമ്മൾ ആ ഒരു നൈറ്റ് ഫീലിങ്സ്, ആ ഒരു നൈറ്റ് തോട്ട്സ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റാത്ത തരത്തിൽ അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു എല്ലാ തരത്തിലുള്ള ഒരു എല്ലാ ആംഗിളിലുള്ള ആ ഒരു വിഷൻ അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നവർ, പ്രത്യേകിച്ച് ആ ഒരു കപ്പിൾ എനർജി അങ്ങനെയുള്ള റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ നമ്മളെക്കുറിച്ച് അത്രയും നല്ല രീതിയിലാണ് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് റെസ്പെക്റ്റ് കിട്ടിയിരുന്നു, നമ്മളെ ഒരു എല്ലാമായിട്ട് കണ്ടിരുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ചില ഡ്രോബാക്സ് അറിയുമ്പോൾ അവരുടെ ആ ഒരു സ്വപ്നവും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു വിശ്വാസമായിരിക്കും കംപ്ലീറ്റ്ലി തകർന്നു പോകുമോ എന്നുള്ളൊരു ഭയവും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലരും ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു മറയ്ക്കകത്ത് നിൽക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. കാരണം നമ്മൾ പല റീഡിങ്സിനകത്ത് പറയുന്നത് പോലെ ഒരു വ്യക്തി നമ്മൾ ഒരു വ്യക്തിയോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലെങ്കിൽ അവരൊരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിനകത്ത് പറയാനായിട്ട് പറ്റുന്ന സാഹചര്യം ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ പറയാനായിട്ടൊന്നും ഇല്ലായിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സൈലന്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ആ ഒരു മതിൽ പരസ്പരം ആ ഒരു വ്യക്തിക്കിടയിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പഴയ ആ ഒരു രീതിയിൽ പെട്ടെന്ന് വന്ന് നമ്മളിലേക്ക് ഹെഡ് ചെയ്യാനോ ഒന്നും പറ്റാത്ത രീതിയിൽ ഒരു മൗനം പാലിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. ചിലപ്പോൾ നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എല്ലാം ഈ ഒരു പേഴ്സണോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുണ്ടാവാം. അവരെ കൺട്രോൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ അപ്പോഴൊന്നും അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാത്തൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇപ്പം അതിനകത്തൊക്കെ ഒരു നിയന്ത്രണം വന്നതായിട്ട് തോന്നുന്ന ഒരവസ്ഥ. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു നിയന്ത്രണം വരുമ്പോൾ എത്ര അടുത്തൊരു ബന്ധമാണ്, വളരെ ഡീപ്പായിട്ട് കണ്ടിട്ടുള്ളത് ചിലപ്പോൾ വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെയുള്ള ഒരു വ്യത്യാസം, നേരിയ രീതിയിലുള്ള ഒരു ഡീവിയേഷൻ അതിനകത്ത് സംഭവിക്കുമ്പോൾ മനസ്സിനകത്തെങ്കിലും മുറിവേൽക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ഒരു തകർച്ച ഉണ്ടാവരുത് എന്നുള്ളത് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു ഇമേജ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പേഴ്സൺ കുറച്ചൊരു സമയം എടുക്കുന്നത്. പെട്ടെന്ന് ചാടിക്കേറി എന്തെങ്കിലും ചെയ്യാനുള്ളൊരു സമയമല്ല, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു എനർജീസൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെയാണ് അവർ പ്രകടിപ്പിക്കുന്നതെങ്കിൽ പോലും അവരുടെ മനസ്സിനകത്ത് നല്ല വിഷമമുണ്ട്. അത് നിങ്ങളോടൊരു കാണിക്കുന്നില്ല. അവരുടെ ഒരു ഇമോഷൻസും കാണിക്കാത്ത ഒരു പേഴ്സണിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവരുടെ സങ്കടമായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുള്ളിൽ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യമായിക്കോട്ടെ, അതൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ കോൺടാക്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദേഷ്യം കാണിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു അകൽച്ച കാണിക്കുന്നുണ്ടാവാം. അതിനപ്പുറം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള വലിയൊരു ഇമോഷൻസൊന്നും ഈ പേഴ്സൺ കാണിക്കാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് അവർ അത് ഓർത്ത് വിഷമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്കത് ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ മനഃപൂർവ്വമായിട്ട് കാണിക്കേണ്ടി വരുന്നത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ പോലും ഒരൊറ്റപ്പെടലോ അല്ലെങ്കിൽ വേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു തോന്നലോ സങ്കടമോ നിരാശയോ ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ അവർക്ക് തന്നെ ഒരു സ്വസ്ഥതയില്ല. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒരു റോങ് ഫൈറ്റാണ്, റോങ് ആർഗ്യുമെൻ്റാണ് നിങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു റോങ് വിക്ടറിയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്കറിയാം. ഇപ്പോൾ കോൺടാക്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളോട് ജയിക്കാൻ നോക്കുകയോ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ആ പേഴ്സൺ അറിയാം അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു മാറ്റം ഉണ്ടാവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ തന്നെ വിചാരിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു അവസ്ഥ ഒന്ന് മാറ്റിയാലോ, വളരെ ഒരു ഹാപ്പിനെസ്സിലേക്ക് പോന്നാലോ, കുറച്ചും കൂടി ഓപ്പൺ ആയാലോ എന്നുള്ളൊരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പക്ഷെ അപ്പോഴൊക്കെ ഈ ഒരു പേഴ്സൺ വീണ്ടും വീണ്ടും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആ ഒരു എനർജീസും കാര്യങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇമോഷൻസ് എന്താണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്താണോ അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനുള്ളത്, അവിടെ നിന്ന് പതിയെ പിൻവലിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അത് പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ എത്രയൊക്കെ നടന്നകന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാനസികമായിട്ട് ഇമോഷൻസ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പോലും അവർ തിരിച്ചെത്തുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ഈ ഒരു സൈക്കിൾ വിട്ട് പോകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അവർ ഇതിനകത്ത് തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് ആ ഒരു തരത്തിലാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഭയങ്കരമായിട്ട് നിരാശപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ സ്വയം ഒരു കുറ്റബോധം തോന്നുകയോ ലോസ് ഫീലിംഗ് തോന്നുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് വെറുതെ ഒരു ഫോൾസ് വിക്ടറിക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥയിൽ
ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ഇതിനകത്ത് അവരായിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രാക്ടിക്കൽ വൈസൊക്കെ അവർ ചിന്തിക്കുമ്പോഴത്തേക്കും സമയമായിട്ടില്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെ നിശബ്ദമായിട്ടിരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ നല്ല രീതിയിലുള്ളൊരു ഇന്നർ പ്രഷർ അല്ലെങ്കിൽ ഇന്നർ കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മനസ്സിനകത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചെയ്തികളെക്കുറിച്ച് ഓർത്ത് അവർ തന്നെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുകയും സ്റ്റക്ക് ആവുകയും ഡിപ്രസ്ഡ് ആവുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷെ പുറമേ അത് കാണിക്കുന്നില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഇമേജ് നിലനിർത്തുന്നതിനോ അല്ലെങ്കിൽ ആ ഒരു ഈഗോ ഹേർട്ട് ആവാതിരിക്കാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു ബലംപിടുത്തത്തിൽ തന്നെ നിൽക്കുന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞതുപോലെ അതിയായ ഒരു സമ്മർദ്ദം അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് തെറ്റ് ചെയ്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് അവർ സമ്മതിച്ച് തരണമെന്നില്ല. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവാം. അതിനായിട്ട് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 കാര്യങ്ങൾ പറഞ്ഞ് അവർ ചിലപ്പോൾ നിങ്ങളെ തടസ്സപ്പെടുത്തും. അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ അവർ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവർക്ക് സ്വയം അറിയാം. പക്ഷേ അത് കംപ്ലീറ്റ്ലി ഒരു ക്ലാരിറ്റി അത് നിങ്ങളോട് പറയാനോ അല്ലെങ്കിൽ അതിപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളോടൊരു ഡയറക്റ്റ്ലി ഒരു ക്ഷമാപണം പറയാനോ ഒന്നും അവർ തയ്യാറാവാതിരിക്കുന്നൊരവസ്ഥയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് അവരുടെ ഒരു ഇമേജിന് കംപ്ലീറ്റ്ലി കോട്ടം തട്ടുമോ അല്ലാന്നുണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പിനെ കൂടുതൽ ബാധിക്കുമോ അങ്ങനെയുള്ള ഒരു പല രീതിയിലുള്ള ഇത് അവരുടെ ഒരു ഫീലിങ്സ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു തകർച്ചയെ പേടിയുള്ളത് കൊണ്ടായിരിക്കാം അവർ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ വളരെ കാര്യമായിട്ടുള്ള ഒരു മാനസിക സംഘർഷം അവർ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു ഹെവി ബേർഡനിലൂടെ അവർ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ നിങ്ങളെ മറിച്ച് അവർ മറ്റൊരു കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് അവർ ചിലപ്പോൾ അഡിക്റ്റായി പോയൊരവസ്ഥയോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിനകത്ത് അവർ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് കാണിച്ചിട്ടുള്ളൊരവസ്ഥയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും നിങ്ങൾ അറിയരുതെന്നുള്ള അവരുടെ ഒരു ചിന്താഗതി കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു സമയത്തെ അവരുടെ ഒരു തോന്നൽ കൊണ്ട് ചിലപ്പോൾ എടുത്തിയാടി പോയിട്ടുള്ളതായിരിക്കാം. പക്ഷെ നിങ്ങളുടെ മുന്നിൽ അതൊന്നും കംപ്ലീറ്റ്ലി വന്ന് ഹോണസ്റ്റ്ലി പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഈ പേഴ്സൺ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരെ നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലതിനും ഇല്ല ചീത്തയ്ക്കും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സ്പ്രെഡ് എടുത്തപ്പോൾ അവിടെ വന്നിട്ടുള്ള ഒരു എനർജിയാണ് ഈ പറഞ്ഞ മൊമെൻറ്റ് ടു മൊമെൻറ്റ് എന്നുള്ള എനർജി. ദാറ്റ് മീൻസ് അത് ഈ ഒരു പേഴ്സണ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധകമായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളതെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അവരത്രയും കെയർഫുള്ളായിട്ട് പോയിട്ടില്ല ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജിൽ കാണുന്ന പോലെ നേരെ താഴെ പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ അടി പതറുന്നൊരവസ്ഥയിലൂടെയാണ് അവർ പോകുന്നതെന്നാണ് അവരുടെ ഒരു തോന്നൽ. നമ്മളീ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ അവർക്ക് അത്രയും ക്ലിയർ ആയിട്ട് പറയാനായിട്ട് കഴിയുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഹൈഡിങ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങളോട് കംപ്ലീറ്റ്ലി റിവീലായി പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ സൂക്ഷിച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ പോകും എന്നുള്ള ആ ഒരു ചിന്താഗതി തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് തന്നെയാണ് യോജിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഈ ഒരു തരത്തിൽ പെരുമാറുന്നത് അല്ലെങ്കിൽ ആ, പഴയൊരു അടുപ്പം നിങ്ങളോട് കാണിക്കാതെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ഇങ്ങനെ പെരുമാറി മുന്നോട്ട് പോകുന്നതിൽ അവർക്ക് തന്നെ നല്ല രീതിയിലുള്ള വിഷമമുണ്ട് അല്ലെങ്കിൽ അവർക്ക് തന്നെ ആ ഒരു അവസ്ഥ മടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവർ നമുക്കിവിടെ പലപ്പോഴും ആ ഒരു എനർജി കാണാം. അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വലിയ താല്പര്യമില്ല. നിങ്ങളോട് ഇങ്ങനെയുള്ള ഒരു ധാർഷ്ട്യവും ബലപ്പെടുത്തമൊക്കെ കാണിച്ചു പോകാനായിട്ട് മനസ്സുകൊണ്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനായിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണെന്നുണ്ടെങ്കിലും വളരെ കാര്യമായിട്ട് മറുപടി പറയാതെ ഒരു തടഞ്ഞു നിൽക്കുന്നൊരവസ്ഥ. അങ്ങനെ പോകാനായിട്ട് മനസ്സുകൊണ്ട് ഈ പേഴ്സണും വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്നാൽ നിങ്ങളോട് എല്ലാം തുറന്ന് പറഞ്ഞാലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടി ആ ഒരു അടുപ്പത്തിലേക്ക് വരാനായിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എനർജി പോലെ തന്നെ കുറച്ചും കൂടി ഒരു ഫ്രഷ് സ്റ്റാർട്ടിലേക്ക് നിങ്ങളിലേക്ക് വരണം എന്ന് ആലോചിച്ച് കഴിയുമ്പോൾ തന്നെ അവർക്കൊരു പേടി തോന്നുകയാണ്. ഇവിടെ നമുക്ക് കാണാം ആ ഒരു ആങ്സൈറ്റി, ഫിയർ, ട്രാപ്പിംഗ് എനർജിയൊക്കെ നമുക്കിവിടെ കാണാം. അതായത് മെൻ്റലി അവരപ്പോൾ സ്റ്റക്ക് ആവുകയാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നത് കുറച്ചും കൂടി ഇങ്ങനെ പോട്ടെ, കുറച്ചൊരു സമയം കൂടി ഇങ്ങനെ പോട്ടെ എന്നുള്ള രീതിയിൽ അവരുടനെ സ്റ്റക്ക് ആവുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പേഴ്സൻ്റെ മനസ്സ് 2 രീതിയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഒന്ന് നിങ്ങളോട് ഇങ്ങനെ പെരുമാറേണ്ടി വരുന്നതിനുള്ളൊരു വിഷമം അവർക്ക് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, വഴി മാറി നടക്കാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞതുപോലെ അവർ ആ ഒരു സർക്കിളിനകത്ത് തന്നെ വന്ന് വീണ്ടും പെടുന്നു. അവരുടെ ഒരു മനസ്സ് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ വേണ്ട എല്ലാം നിങ്ങളോട് തുറന്ന് പറയാം അല്ലെങ്കിൽ അവർക്ക് അവർ ഭയക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ഓവർ തിങ്കിങ്ങിനുള്ള റീസൺസ് ആയിക്കോട്ടെ അത്രയും ഹോണസ്റ്റ് ആയിട്ടെല്ലാം പറഞ്ഞ് മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ ഒരു ഫ്രഷ് ബിഗിനിങ്ങിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു വൈബിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴും അവർക്കൊരു പേടിയും കാര്യങ്ങളുമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കൊരു തകർച്ച ഉണ്ടായാലോ കംപ്ലീറ്റ്ലി ഒരു ഡിസ്ട്രക്ഷൻ പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഒരു സ്റ്റക്കായിട്ടുള്ളൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യം പോലും നിങ്ങളോട് തുറന്ന് പറയാൻ പറ്റാതെ ഈ പറഞ്ഞതുപോലെ ഒരു ദേഷ്യവും ബൗണ്ടറിയൊക്കെ കാണിച്ച് നിൽക്കുന്ന ഒരു എനർജി. അപ്പോൾ ഇവിടെ മിക്ക സോഡിയക് സയൻസും തന്നെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വാട്ടർ സയൻസ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സെജിറ്റേറിയസ് ആൻഡ് കാപ്രിക്കോൺ. ഇനി അതുപോലെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 2, നമ്പർ 12, നമ്പർ 15, നമ്പർ 10 ആൻഡ് നമ്പർ 21. അപ്പോൾ നമുക്ക് ഈ ഒരു തരത്തിലാണ് ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഉള്ളിലുള്ള ഒരു പിരിമുറുക്കം നിങ്ങളോട് കാണിക്കാതെ മറ്റൊരു രീതിയിൽ നിങ്ങളോട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു യഥാർത്ഥ എനർജി അല്ലെങ്കിൽ എന്താണ് അവരുടെ മനസ്സിനുള്ളിൽ നിങ്ങളോട് പറയാനുള്ളതായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലുള്ള സ്നേഹമായിക്കോട്ടെ, അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുമോ എന്നുള്ളത്. സ്പിരിച്വൽ സ്ട്രെങ്ത്, വിക്ടറി ആൻഡ് സക്സസ്. ഒരു കാർഡും കൂടി എടുക്കാം. ഓക്കെ, റിജോയ്സ് ഇൻ സെലിബ്രേഷൻ. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം അവർ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷവും കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് റിഫ്ലക്റ്റ് ചെയ്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ കുറച്ചൊരു സമയമെടുത്തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്ന് കൺഫ്യൂഷനിൽ പോകേണ്ടി വരുന്നൊരവസ്ഥ ചിലപ്പോൾ അവർക്ക് ഉണ്ടായേക്കാം. പക്ഷെ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണുന്ന പോലെ ആ ഒരു വിക്ടറി ആൻഡ് സക്സസ് ആണ്. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം നടക്കും എന്നുള്ളതാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് റിജോയ്സ് ഇൻ സെലിബ്രേഷൻ ആണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരോടൊപ്പം സന്തോഷത്തോടു കൂടി പോകാനുള്ള ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു ചേരും എന്നുള്ളതാണ്. ആ ഒരു പേഴ്സൺ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഒരു ബലം പിടുത്തം കാണിക്കുന്നത്, തടസ്സം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ഒരു യഥാർത്ഥ ഇമോഷൻസ് മറച്ചു വെച്ച് മറ്റൊരു രീതിയിൽ പെരുമാറുന്നത്, അതവർ നിങ്ങളോട് തുറന്നു പറയും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ യഥാർത്ഥ അവരുടെ ഇമോഷൻസ് തന്നെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു സമയം നിങ്ങളിലേക്ക് കടന്നു വരും. അതിന് ആ ഒരു സ്പിരിച്വൽ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.